ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി അച്ചാറായിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇതിനകത്ത് വിനാഗിരിയൊന്നും ചേർക്കുന്നില്ല. അതുപോലെ ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും. ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു മാങ്ങ, അത്യാവശ്യം നല്ലൊരു വലിയൊരു മാങ്ങ നല്ല നൈസായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ നല്ല കനം കുറച്ച് നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് അടുപ്പിൽ വെച്ച് വേവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അവസാനം എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ. ഇവിടെ എരിവ് അധികം വേണ്ട, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകിൻ്റെ പകുതി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അളവാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം. ശരിക്കും ഇത് ഒരു ടീസ്പൂൺ കറക്റ്റ് അളവാണ് ഇതിന്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം വിനാഗിരി ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മുടെ അച്ചാർ പെട്ടെന്ന് മോശമായി പോകും. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ഇത്രയും ലൂസ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ലൂസിലല്ല, കുറച്ചും കൂടി കട്ടിയാവും നമ്മുടെ അച്ചാർ. സാധാരണ അച്ചാറിൻ്റെ ഒക്കെ ആ ഒരു കട്ടിയായി വരും കുറച്ചും കൂടി കഴിഞ്ഞാൽ. അപ്പോൾ വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് താളിച്ച് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാക്കുക. അതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി അരിഞ്ഞെടുത്തതാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അച്ചാർ കുറേ നാളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് അവസാനം ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ചെറിയൊരു മധുരം കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്